അതിനെ എനിക്ക് തൻ്റെ അനുഭവം ആവശ്യമൊന്നുമില്ല. നീ വരുന്നുണ്ടാ? ഓരോരുത്തർ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചേക്കണം. നമ്മുടെ ടെസ്റ്റുകളുടെ റിസൾട്ട് എല്ലാം വന്നിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ ചില ട്രീറ്റ്മെൻറ്റുകളുടെ ആവശ്യമുള്ളൂ. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ രേണുക അഡ്മിറ്റ് ആവേണ്ട ആവശ്യമുണ്ടോ? അല്ല, രേണുക അഡ്മിറ്റ് ആവേണ്ട ആവശ്യം എന്താണ്? അല്ല, ഡോക്ടറല്ലേ പറഞ്ഞത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ? ഞാൻ ആർക്കാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ പറയും മുമ്പേ രേണുകയ്ക്കാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അല്ല, അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഈ റിസൾട്ടിൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത് രേണുകയ്ക്കല്ല, അരുണിൻ്റെ റിസൾട്ടിലാണ്. എനിക്കോ? എനിക്കെന്താ പ്രശ്നം? ഡോക്ടറോട് അനാവശ്യം പറയല്ലേ. അരുണിങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല. അരുണിൻ്റെ സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറവാണ്. എന്നാൽ അതങ്ങനെ പേടിക്കാനും മാത്രമുള്ള പ്രശ്നമല്ല. കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനും പ്രോപ്പറായിട്ടൊരു കൗൺസിലിങ്ങിലൂടെ നമുക്ക് ഏറെക്കുറെ ഈ പ്രശ്നം പരിഹരിക്കാം. എന്തായാലും അരുണൊരു 2-3 ടെസ്റ്റ് കൂടെ ചെയ്യണം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഫൈനലൈസ് ചെയ്യാം. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പേ പ്രശ്നം ആർക്കാന്ന് ആദ്യം കണ്ടുപിടിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഒക്കെ ആയിരിക്കും. എന്ത് ഹോസ്പിറ്റല്? ഇവിടുത്തെ ടെസ്റ്റുകളൊന്നും ശരിയൊന്നുമില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. അരുൺ ഏത് ആശുപത്രിയിൽ പോയാലും ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഇവിടെ കിട്ടിയ റിസൾട്ട് തന്നെയാണ് ഇനിയും കിട്ടാൻ പോകുന്നത്. ഇനി അതല്ല, അരുണൊരു സെക്കൻഡ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. എനിക്കെന്തായാലും അത് തടയാനുള്ള അവകാശമില്ലല്ലോ. അതിനെ എനിക്ക് തൻ്റെ അനുഭവം ആവശ്യമൊന്നുമില്ല. നീ വരുന്നുണ്ടാ? ഓരോരുത്തർ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചേക്കണം.